ഡേസുട്ടിനെ വിളിക്കാണ്ട് ഡേസുട്ടി ഇപ്പൊ വരുന്നത് കാണിച്ചു തരാട്ടാ. അച്ഛ തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. വാ 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 കൂട്ടിട്ട് പോവാൻ വിളിച്ചതാ. വാ തേങ്ങ പൊളിക്ക്. താന്നിട്ട് ഇങ്ങോട്ട് അല്ലേ? താന്നിട്ട് ഇങ്ങോട്ട്. അവിടെ കേറി ഇരുന്നോളൂ, അതല്ലേ സൗകര്യം. അവിടെ കേറി ഇരുന്നാൽ അതാ സൗകര്യം കേട്ടാ. ആ പിന്നെ അച്ഛ തേങ്ങ മുറിക്കിട്ട് എന്റെ കുട്ടി അവിടെ ഇരിക്കേണ്ടത് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. റിമോട്ടേ ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ മുഴുവൻ വെള്ളം. ആദ്യത്തെ പീച്ച് ഗണപതിക്ക് ആദ്യത്തെ പീച്ച് മാത്രമേ ഉള്ളൂന്ന് ഇരിക്കുന്ന കണ്ടാ. ഇനി എന്റെ കുട്ടീന്റെ നോട്ടം വേറെ എങ്ങോട്ടും പോവില്ല. അത്രയും കോൺസെൻട്രേഷൻ. എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല കേട്ടോ, നല്ല മോളാ. അങ്ങനെ നമ്മളെ ഇങ്ങനെ എന്താ പറയാ വിളിക്കും, എനിക്ക് താന്ന് പറയും എന്നല്ലാണ്ട് പ്ലേറ്റ് ഒന്നും എടുക്കണ സ്വഭാവം എന്റെ കുട്ടിക്കില്ല. നല്ല മോളാ. അങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങളൊന്നും എന്റെ കുട്ടിക്ക് വെക്കരുത്. ശരിപ്പെടുത്തും ഞാൻ. കണ്ട പൊന്നെ, ഏത് പൊന്നെ? തിരിഞ്ഞു പോലും നോക്കൂല. 30 രൂപയുള്ളൂ കേട്ടോ. അമ്പേ ഞാനാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മടിയിൽ കയറിയിരിക്കും. അച്ഛൻ്റെ ഒരു ഗ്യാപ്പ് ഇടണ്ട്, സമാധാനം ഉണ്ട്. അയ്യോ ഭഗവാൻ, ഇവളുടെ ഒരു കാര്യം ഏട്ടാ നോക്കിട്ട്. മുമ്പിടി പെണ്ണാണ്, എപ്പോഴാ മുന്നോട്ട് വരാന്നൊന്നും പറയാൻ പറ്റില്ല. ആ കത്തിയുള്ള കൈ മാറ്റണം. കുറച്ച് തിന്നായിട്ടുള്ള കൊടുക്കണേ, ചവച്ചരക്കൂല. അങ്ങനെയല്ല, തിൻ കത്തി മാറ്റക്ക് പേടിയാവും. എന്ത് സാധനമാണ് നോക്കണേ. കൊണ്ടാ ഞാൻ നോക്കിക്കോളാം. കൊടുക്കച്ചേത് താച്ചേത്. ഇവൾക്കില്ലേ എന്റെ അമ്മ വന്നപ്പോ അമ്മക്ക് ഇങ്ങനെ ആക്കണത് ഇഷ്ടമല്ല കേട്ടാ. എന്നിട്ട് അമ്മ ചെരവി, നമ്മള് സാധാരണ നാട്ടിലൊക്കെ ചെയ്യണ പോലെ. ആ സൗണ്ടിന്റെ കുട്ടിക്ക് അറിയില്ല. അമ്മയാണെങ്കിൽ പൊട്ടിക്കണതും നമ്മൾ ആരും കേൾക്കില്ല, ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാ പൊട്ടിക്കുക. എന്നിട്ട് ഇവള് ചെരവി കഴിഞ്ഞപ്പോ എവിടുന്നും മണം കിട്ടി തോന്നുന്നു. എന്നിട്ട് വന്ന് നോക്കുക, ചേത് ആരും മുറിക്കണില്ല, ഇത് എവിടെയാത്. അവസാനം ഞാൻ ചെരവി തേങ്ങ എടുത്ത് കൊടുത്തപ്പോ അതിന്റെ ലുക്ക് കണ്ടിട്ട് അവളൊന്ന് ഞെട്ടി. ഇതെന്തിങ്ങനെ തേങ്ങ, അതെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ പറഞ്ഞു ജസ്റ്റ് നക്കി നോക്കി. പിന്നെ തേങ്ങനെയാണെന്ന് മനസ്സിലായപ്പോ വേടത്ത് കഴിച്ചു. എന്റെ ഇങ്ങനെ ആദ്യം കാല് ഇവിടെ വെക്കുക, എന്നിട്ട് തല ഇങ്ങോട്ട് വെക്കുക മടിയിലേക്ക്. പകുതി വെക്കാൻ മതി. റേഷന്റെ കാര്യമല്ല, അവള് ചവച്ചരച്ച് കഴിക്കില്ല, വിഴുങ്ങും. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കുഞ്ഞി തേങ്ങയാന്നേ. അമ്പോ അത് അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുക്കേ. കഴിഞ്ഞോ? കൊണ്ടക്ക കേട്ടോ അച്ഛ പറഞ്ഞേ, കേട്ടോ അച്ഛ പറഞ്ഞേ. നോക്കട്ടെ, ചെറിയ പീസ് വല്ലതും ഉണ്ടെങ്കിൽ തരണ്ടോ? ഞാൻ കൊടുത്തില്ലേട്ടാ, കൊടുത്തില്ല. നീ വേണം പറഞ്ഞതേ ഉള്ളൂ. അവള് നല്ല മോള്. ഒരു മദേഴ്സ് ഡേ വിഷസ് പറ എല്ലാവർക്കും. കൊണ്ടു കൊണ്ട ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ ബേബി. ഹൈഫൈ വേണ്ട, കൈ തന്നാ മതി. ഹാപ്പി മദേഴ്സ് ഡേ കേട്ടോ എല്ലാവർക്കും. ചേച്ചിയുടെ വക എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവരും ഒരു ഏതെങ്കിലും ഒരു ഫോമിൽ മദർ ആവുമല്ലോ അല്ലേ? അതാണ് അല്ലമുന. ഡിക്ഷണറി ഇല്ലാത്ത പല വാക്കുകളും നമ്മൾ പഠിച്ചത് ഇവിടെ വന്ന ശേഷം. കൊഞ്ചൻ അല്ലേ? അതെല്ലാം പഠിച്ചത് എന്റെ കയ്യിൽ നിന്നായിരിക്കും. അതെ, പുതിയ പുതിയ വാക്കുകൾ. അതാ എന്റേതായ ഡിക്ഷണറി ഉണ്ട്, ഡെയ്സൈക്ലോപീഡിയ അല്ലെ ഡേയ്സു? എടാ ഇവിടെ വേണം, അതുകൂടി വേണം. നല്ല രസം. ഇവിടെ വാ. അതാ കണ്ടോ, നല്ല വെച്ചിട്ടുണ്ട് ചേച്ചി. നല്ല വെച്ചിട്ടുണ്ടാ.